നമസ്കാരം, ഇത് IBN മലയാളം. രാജ്യമെമ്പാടും സ്വകാര്യ ബാങ്കുകളിൽ നിന്നും സ്മോൾ ഫിനാൻസ് ബാങ്കുകളിൽ നിന്നും ജീവനക്കാർ കൊഴിഞ്ഞു പോകുന്നത്, അതായത് ആൾട്രിഷൻ വർദ്ധിക്കുന്നുവെന്ന് റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട്. ഈ ബാങ്കുകളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നവരുടെ നിരക്ക്, അതായത് ആൾട്രിഷൻ റേറ്റ് 25%. മൊത്തം ജീവനക്കാർ എത്ര ശതമാനം പേരാണ് ജോലി വിട്ടു പോകുന്നതെന്നാണ് ആൾട്രിഷൻ നിരക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ജീവനക്കാരിലെ കൊഴിഞ്ഞുപോക്കിന്റെ നിരക്ക് വർദ്ധിക്കുന്നത് ബാങ്കുകളുടെ പ്രവർത്തനത്തിന് തന്നെ ഭീഷണിയായി തീരാമെന്നും ഇതിന്റെ പ്രത്യാഘാതമായി ഉപഭോക്തൃ സേവനം തടസ്സപ്പെടാമെന്നും റിക്രൂട്ട്മെന്റ് ചെലവ് വർദ്ധിക്കാനും ഇത് ഇടയാക്കുമെന്നും RBI മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 2023-24 സ്വകാര്യ ബാങ്കുകളിലെ ജീവനക്കാരുടെ മൊത്തം എണ്ണം പൊതുമേഖലാ ബാങ്കുകളുടെ ജീവനക്കാരുടെ എണ്ണത്തെ മറികടന്നിരുന്നു. എങ്കിലും ഇതിൽ ജോലിയിൽ ഉറച്ചു നിൽക്കുന്നവരുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടാകുന്നുണ്ട്. ജോലിയിൽ പ്രവേശിക്കുന്നവർ നിലനിൽക്കുന്നില്ല. കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്കാണ് ആൾട്രിഷൻ നിരക്ക് ഉയർന്ന തോതിലായത്. HR വിഷയമായി മാത്രം ഇത്തരം ജീവനക്കാരുടെ കൊഴിഞ്ഞുപോക്കിനെ കാണരുതെന്ന് RBI പലതവണ ബാങ്കുകളോട് നിർദ്ദേശിച്ചിരുന്നതായി റിപ്പോർട്ടിലുണ്ട്. കൊഴിഞ്ഞുപോക്കിനെ നേരിടാനായി മെച്ചപ്പെട്ട റിക്രൂട്ട്മെന്റ് രീതികൾ നടപ്പാക്കണമെന്ന് RBI നിർദ്ദേശിച്ചു. മെച്ചപ്പെട്ട തൊഴിലന്തരീക്ഷം, ട്രെയിനിങ്, കരിയർ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ, മെന്ററിംഗ് തുടങ്ങിയവ ഉറപ്പാക്കുകയാണ് വേണ്ടതെന്നും RBI പറയുന്നു. ന്യൂസ് ഡെസ്ക് IBN മലയാളം.